18-ാം വയസ്സിൽ മുംബൈ ഇന്ത്യൻസായിട്ട് അടുത്ത ദിവസം കളിയാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാളിങ്ങനെ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത് നേരിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണോ വേണ്ടേ, ഞാൻ ജിമ്മ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളി എന്താ ചെയ്യുന്നത്. പുള്ളിയും ഹർഭജനും വന്ന് രണ്ട് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും നല്ല ജോളിയായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച റൂമിൽ പോയി. എന്നിട്ട് നമ്മൾ ആരാദ്യം വിളിക്കും, അച്ഛനെ വിളിച്ച്, അച്ഛാ താഴെ സച്ചിൻ ടെണ്ടുൽക്കർ. എന്ത് നീ സംസാരിച്ചാൽ പോയി? ഇല്ല അച്ഛാ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. പോയി സംസാരിക്കണം. പിന്നെ ഞാൻ ഫോണൊക്കെ വെച്ച് ഓടിപ്പോയി താഴെ പോയി, സാർ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷോക്കിങ് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി എന്നെ മനസ്സിലായി, ഓ ഇവന് വയ്യ. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞിട്ട്, കളിയൊക്കെ ഞാൻ കാണുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട് ഗുഡ് എന്നൊക്കെ പറഞ്ഞു. സാർ എന്തെങ്കിലും സജഷൻ തരാനുണ്ടോ, ഞാൻ ഈ കരിയറാണ് അപ്പോൾ എന്തെങ്കിലും. എന്നിട്ട് പുള്ളി നല്ലൊരു സജഷനൊക്കെ തന്നു. അങ്ങനെയാണ് പരിചയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഒരു 15 സ്കോർ ചെയ്തു മുംബൈ ഇന്ത്യൻസായിട്ട്, പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള കളിയാണ്. രാഹുൽ ദ്രാവിഡ് എൻ്റെ കൂടെ ബാറ്റ് ചെയ്യണം, സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്പോണന്റ് ടീമിൽ നിൽക്കണം. അതൊക്കെ ലൈഫിൽ ഞാൻ നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളാണ്.